ഇപ്പൊ നമ്മൾ റഫായിട്ട് ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ റഫായിട്ട് കണ്ടത് ഒരു കളക്ഷൻ ഓഫ് ആറ്റംസ് എങ്ങനെയാണ് മെയിൻ സീക്വൻസ് സ്റ്റാറിലേക്ക് എത്തുന്നത് എന്നുള്ളതിന്റെ റഫായിട്ടുള്ള കാര്യം നമ്മൾ കണ്ടു. അതിന്റെ 4 ഫേസസ് നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ മാസിൽ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓക്കെ, ഹൗ ഡസ് മാസ് അഫക്ട്? നമുക്കറിയാം, HR ഡയഗ്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഈ മാസിന് വലിയൊരു റോൾ ഉണ്ട്. മാസ് ഹാസ് എ ഹ്യൂജ് റോൾ. നമുക്കറിയാം, ഈ ഇവല്യൂഷണറി ട്രാക്ക് അല്ലെങ്കിൽ HR ഡയഗ്രം നമ്മൾ ഇവല്യൂഷണറി ട്രാക്ക് അല്ല HR ഡയഗ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ യു സീ ദാറ്റ് ദ മാസ് ഇസ് ഇൻക്രീസിംഗ് അലോങ് ദിസ് ലൈൻ. ദ മാസ് ഇസ് ഇൻക്രീസിംഗ് അലോങ് ദിസ് ലൈൻ. അപ്പോൾ ഇതിന്റെ ബിഹേവിയർ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ മാസ് ആണെന്നുള്ളത് HR ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. വിൽ സി വൈ മാസ് ഇസ് such an important quantity. Why mass is so important. Okay. Right. അപ്പോൾ നമ്മളിവിടെ നമുക്ക് വേണ്ടി ഒരു 1 സോളാർ മാസ് ഉള്ള ഒരു സ്റ്റാർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ അത്തരം സ്റ്റാറിന്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് കൂൾ ആണ്, ഒപ്പാക്ക് ആണ്. ഔട്ടർ ലെയർ ഓഫ് സച്ച് പ്രോട്ടോസ്റ്റാർ. പ്രോട്ടോസ്റ്റാർ സ്റ്റേജിനെ കുറിച്ചാണ് കൂൾ ആൻഡ് ഒപ്പാക്ക്. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത് ലൈറ്റ്, അതായത് ട്രാൻസ്പെറൻസി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ഒപ്പാസിറ്റി. സോ opacity quantifies how easily light can travel through it. ലൈറ്റിനെ എത്ര എളുപ്പത്തിൽ കടത്തിവിടും എന്നുള്ളതിനെയാണ് ഒപ്പാസിറ്റി കാണിക്കുന്നത്. ആക്ച്വലി ലൈറ്റിനെ കടത്തിവിടാൻ എത്ര ബുദ്ധിമുട്ടാണ് എന്നുള്ളതിനെയാണ് ഒപ്പാസിറ്റി ഡയറക്റ്റ് ആയിട്ട് ക്വാണ്ടിഫൈ ചെയ്യുന്നത്. സോ ദ സ്ട്രക്ചർ ഓഫ് സ്റ്റാർ, ഇതിന്റെ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഫാക്ടറിന് സ്റ്റാറിന്റെ സ്ട്രക്ചറിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ദ സ്ട്രക്ചർ ഓഫ് എ സ്റ്റാർ വിൽ ബി അഫക്റ്റഡ് ബൈ ഹൗ ഈസിലി ഫോട്ടോൺസ് ക്യാൻ പാസ് ത്രൂ ദ മെറ്റീരിയൽ ഇൻ എനി ഗിവൺ ലെയർ. ഓക്കെ, ഇപ്പൊ സ്റ്റാർ എടുക്കുകയാണ്, പല ലെയേഴ്സ് ഉണ്ട്, പല ലെയേഴ്സ് ഓഫ് ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഫോട്ടോൺസിന് എത്ര എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയും? കടന്നു പോകാൻ ഒരു പെർട്ടിക്കുലർ ലെയറിലൂടെ സ്റ്റാറിന് കടന്നു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പറയാം ലെയർ ഏറെക്കുറെ ഒപ്പാക്ക് ആണെന്ന് പറയും. കടന്നു പോകാൻ കഴിയുമെങ്കിൽ വിൽ സേ ദാറ്റ് ഒപ്പാസിറ്റി ഇസ് ലോ. ഇനി ഒപ്പാസിറ്റി കുറവാണെങ്കിൽ അതിന്റെ ഒരു കാരണം ദ ലെയർ അബ്സോർബ്സ് ഫോട്ടോൺസ്. ഓക്കെ, അപ്പോൾ ഒപ്പാക്ക് ആണെങ്കിൽ ഈ ഫോട്ടോൺ, ഈ റേഡിയേഷൻ ഇത് അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഹീറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ലെയർ. അതായത് ഒപ്പാക്ക് ആയിട്ടുള്ള ലെയർ ആണെങ്കിൽ അത് ഉള്ളിൽ നിന്നുള്ള ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്ത് ഇറ്റ് വിൽ എക്സ്പാൻഡ്. ഇനി മറിച്ചാണ് അത് ട്രാൻസ്പെറന്റ് ആണ് എങ്കിൽ, ഇഫ് ഇറ്റ്സ് ട്രാൻസ്പെറന്റ്, it allows photons to readily escape. Then that layer will be cooler with a lower gas pressure that will allow gravity to compress its material. അപ്പോൾ ഗ്രാവിറ്റിയെ തടയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആണ്, ഹീറ്റ് പ്രഷർ ആണ്. ഓക്കെ, അപ്പോൾ പ്രകാശത്തെ കൂടുതൽ എളുപ്പത്തിൽ കടത്തി വിടുമെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും. സോ ഇറ്റ്സ് അറ്റ് എ ലോവർ പ്രഷർ. സോ ഇറ്റ് ഹാസ് എ ചാൻസ് ഓഫ് കോൺട്രാക്ടിങ് അഗൈൻ. അതായത് ഒപ്പാക്ക് ആയിട്ടുള്ള ലെയർ ആണെങ്കിൽ അത് ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാനും, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലെയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ലോ ഒപ്പാസിറ്റി ഉള്ള ലെയർ ആണെങ്കിൽ അത് ഫോട്ടോണിനെ കടത്തിവിടുകയും ഹീറ്റഡ് അപ്പ് അത് കൂളായിട്ട് തന്നെ തുടരുകയും ഗ്രാവിറ്റേഷൻ കോൺട്രാക്ഷന് കൂടുതൽ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഈ ട്രാൻസ്പെറൻസി എന്നുള്ള വാക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാറില്ല. അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള ഒപ്പാസിറ്റി ആണ് നമ്മൾ ഇതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അസ്ട്രോണമേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. So it measures the ability of photons to pass through the material. Right? If photons pass easily through a material, we say that the material is not opaque. If it's difficult for photons to pass through a material, we say that it is opaque. Okay. A low opacity means high transparency. A high opacity means low transparency. The opacity of the material in a given layer depends on the chemical composition, the temperature and the density. ഒരു പെർട്ടിക്കുലർ ലെയർ ഒപ്പാക്ക് ആണോ അതോ ട്രാൻസ്പെറന്റ് ആണോ എന്നുള്ളത് പല ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷനിൽ ഡിപ്പെൻഡ് ചെയ്യാം. കാരണം ചില ഗ്യാസസ് കൂടുതൽ എളുപ്പത്തിൽ ഫോട്ടോൺസ്, ഒരു പെർട്ടിക്കുലർ എനർജിയിലുള്ള ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ടാവാം. Okay, so it depends on the chemical composition. Some elements absorb light more easily than the other elements. Okay, temperature തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ ഡെൻസിറ്റിയിലും ഡിപ്പെൻഡ് ചെയ്യും. കൂടുതൽ ഡെൻസ് ആണെങ്കിൽ അബ്സോർപ്ഷനുള്ള സാധ്യത കൂടുതലാണ്. ടെമ്പറേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ അയണൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗ്യാസിന്റെ ആറ്റംസ് അയണൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഈ അയണൈസേഷൻ കാരണം ഇത് ഫോട്ടോൺസ്, നമുക്കറിയാം ഫോട്ടോൺസ് അയോൺസ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. ദിസ് ആർ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഫോട്ടോൺസ് ഇന്ററാക്ട് വിത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ അവിടെ ഇന്ററാക്ഷനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ഇതിൽ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. കെമിക്കൽ കോമ്പോസിഷൻ അതുപോലെ ഡെൻസിറ്റി. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ പ്രോട്ടോസ്റ്റാറിൽ ഡ്യൂ ടു ദ ഇമ്മൻസ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഇൻ എ മോളിക്കുലർ ക്ലൗഡ്, it is believed that rather than an individual protostar being formed, several are formed as a star cluster. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന മോളിക്കുലർ ക്ലൗഡ് ഇതാകുന്ന സമയത്ത്
ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് ഫോം ചെയ്യാനാണ് സാധ്യത കൂടുതൽ, റൈറ്റ്? അതായത് ഒറ്റ സ്റ്റാർ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. വി എക്സ്പെക്ട് ദാറ്റ് എ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് വിൽ ബി ഫോമിങ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ ഇനീഷ്യലി ഒരു പെർട്ടിക്കുലർ സ്റ്റാറിലേക്ക് തന്നെ എത്തണമെന്നില്ല, റൈറ്റ്? ഇറ്റ് കുഡ് കോൺട്രാക്ട് സെപ്പറേറ്റ്ലി ആൻഡ് ദെൻ സെവറൽ സ്റ്റാർസ് ക്യാൻ ബി ഫോം. അപ്പൊ ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ഇതുവരെ നമുക്കില്ല, റൈറ്റ്? പീപ്പിൾ ആർ ട്രൈങ് ടു മോഡൽ ദിസ് വെൽ, ഓക്കെ, ബട്ട് വി ഡോണ്ട് ഹാവ് എ പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ നമ്മൾ ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വി ഹാവ് സർട്ടൻ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, വി ക്യാൻ ഡിസ്ക്രൈബ് വാട്ട്സ് ഹാപ്പനിങ്, എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് വിവരിക്കാൻ കഴിയും, റൈറ്റ്, ഫ്രം ഓൾ ദ ഡേറ്റ അവൈലബിൾ. ഓക്കെ, but there's no very good explanation. So rest of this particular section will be describing what is going on, right? We may not have a good model that explains all these things. So we will just describe what we know. So അപ്പോൾ നമ്മൾ protostar പറയുമ്പോൾ the outer layers of such a protostar, അതായത് 1 solar mass ഉള്ളതിനെ കുറിച്ചാണ് നമ്മൾ വീണ്ടും എക്സാമ്പിൾ ആയിട്ട് 1 solar mass ഉള്ള ഒരു സ്റ്റാറിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിന്റെ ഔട്ടർ ലേയേഴ്സ്, okay, protostar സ്റ്റേജിലുള്ള അതിന്റെ ഔട്ടർ ലേയേഴ്സ് എന്ന് പറയുന്നത് these are cool and opaque, okay, which means that energy released as radiation due to shrinkage of the inner layers cannot reach the surface. Okay, അപ്പോൾ പല ലേയേഴ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇനീഷ്യലി കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ നിന്നുണ്ടാകുന്ന കുറച്ച് ഫോട്ടോൺസ് ഒക്കെ ഉണ്ടാവും, പുറത്തേക്ക് എത്തും. പക്ഷേ ഈ ഔട്ടർ ലെയർ അതിന്റെ പെർട്ടിക്കുലർ കെമിക്കൽ കോമ്പോസിഷൻ, ഡെൻസിറ്റി, ടെമ്പറേച്ചർ ഇതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് സ്പെസിഫിക്കലി ടെമ്പറേച്ചർ കുറവാണ്, അപ്പോൾ അയോൺസിന്റെ എണ്ണം കുറവായിരിക്കും, അതുകൊണ്ട് അത് ഏറെക്കുറെ ഒപ്പേക്ക് ആയിരിക്കും. ഒപ്പേക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഫോട്ടോൺസ്, ഉള്ളിലുണ്ടാകുന്ന ഫോട്ടോൺസ് റേഡിയേഷൻ ഔട്ടർ ലേയേഴ്സിലേക്ക്, ഏറ്റവും സർഫസിലുള്ള ലേയേഴ്സിലേക്ക് എത്തുന്നില്ല, right? They get absorbed in between. So the only way of moving this energy toward the surface layers, അപ്പോൾ ഉള്ളിലുണ്ടാകുന്ന കോൺട്രാക്ഷൻ കാരണമുള്ള എനർജി സർഫസ് ലെയറിലേക്ക് എത്തുന്നത് കൺവെക്ഷനിലൂടെ ആയിരിക്കും. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിൽ എനർജി ട്രാൻസ്പോർട്ട് ചെയ്യാം. ഒന്ന് റേഡിയേഷൻ ആണ്, ഫോട്ടോൺസിന് ഡയറക്റ്റ് ആയിട്ട് എനർജി ക്യാരി ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ള മെറ്റീരിയൽ ഹീറ്റഡ് അപ്പ് ആയിട്ട് ഈ ഹീറ്റഡ് അപ്പ് മെറ്റീരിയൽ മൂവ് ചെയ്യും. Okay, the heated up material will move around. Okay, ഈ heated up material move around മൂവ്മെന്റ് കാരണം ഉള്ള എനർജി ട്രാൻസ്ഫറിനെ നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷൻ. So if the energy cannot be transported by radiation, then the energy transport will be taking place by convection. അപ്പോൾ രണ്ട് മെക്കാനിസം ആണുള്ളത്, കൺവെക്ഷനും റേഡിയേഷനും. Okay, and as a result, the temperature remains more or less constant as the protostar shrinks, while the luminosity decreases because the radius decreases. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടെമ്പറേച്ചർ വലിയ മാറ്റമില്ലാതെ നിൽക്കും. വലിയ മാറ്റമില്ലാതെ നിൽക്കുന്നതിന്റെ കാരണം ഇതിന്റെ അത്ര എഫിഷ്യന്റ് ആയിട്ടല്ല ഈ എനർജി ട്രാൻസ്പോർട്ട് നടക്കുന്നത്. So the temperature remains almost constant, but luminosity decreases. കാരണം luminosity നമുക്കറിയാം shrink ചെയ്യുന്ന സമയത്ത് luminosity goes like 4 pi r square. So when it shrinks, the luminosity also decreases. Okay, and the evolutionary track moves downward on the HR diagram. അതായത് നമ്മൾ 1 solar mass ഉള്ള ഒരു സ്റ്റാർ എടുക്കുകയാണെങ്കിൽ, okay, it goes downwards because the luminosity decreases. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. That's why it goes downwards. Okay, ഈ സ്റ്റേജിൽ എൻ്റെ സർഫസ് ടെമ്പറേച്ചറിന് വലിയ മാറ്റം ഉണ്ടാകുന്നില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ദ എവല്യൂഷണറി ട്രാക്ക് ഇസ് ഓൾമോസ്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ജമ്പിങ് ഓൺ ടു ദ മെയിൻ സീക്വൻസ്. മെയിൻ സീക്വൻസിലേക്ക് ഏകദേശം വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് ജമ്പ് ചെയ്യുന്നത്. അതേ സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് ലെഫ്റ്റിലേക്കാണ്. സോ സർഫസ് ടെമ്പറേച്ചർ ഡസ് നോട്ട് വേരി വെരി മച്ച്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടീഷൻസ് റാപ്പിഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു കാര്യം, ഇന്റേണൽ ടെമ്പറേച്ചർ, നമ്മൾ ടെമ്പറേച്ചർ, സ്റ്റാറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ സർഫസ് ടെമ്പറേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്, ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. Okay, what happens to internal temperature? The internal temperature starts to increase during this time. Alright, കാരണം ഗ്രാവിറ്റേഷനിൽ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇന്നർ ലേയേഴ്സ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നത്, അപ്പോൾ ഇന്നർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. Okay, so the interior becomes ionized. Now the interior becomes ionized. അതായത് high temperature ഉള്ള സ്റ്റേജിൽ gases get ionized. Alright, the electrons escape the atoms and we have charged particles. Okay, they get ionized. Alright, അപ്പോൾ as a result, അപ്പോൾ ഇത്തരം പ്രോസസ്സിന്റെ ഭാഗമായിട്ട് the opacity within the protostar decreases. Okay, protostar ഇങ്ങനെയുള്ള കോംപ്ലക്സ് ഫിനോമിനന്റെ ഭാഗമായിട്ട് 1 solar mass ഉള്ള സ്റ്റാർസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ you see that the opacity decreases. Okay, and this allows the transfer of energy by radiation in the interior regions. Okay, അപ്പോൾ ഇതിന്റെ opacity ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, കൂടുതൽ ട്രാൻസ്പെറന്റ് ആവും. സോ there is a more efficient energy transfer now by radiation. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ സ്റ്റാറിന്റെ ഉള്ളിൽ നടക്കുന്നത് റേഡിയേഷൻ വഴിയും പുറമേക്കുള്ള ലേയേഴ്സിലേക്ക് കൺവെക്ഷൻ വഴിയാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാണ് സണ്ണിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ്. The net result of these changes is that the energy can escape much more easily from the protostar and then the luminosity increases. ഓക്കെ, ഇതുകൊണ്ടാണ് ലൂമിനോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം റേഡിയേഷൻ ഇത് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ, ഉള്ളിലുള്ള ലെയേഴ്സ് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ എനർജിക്ക് പുറമേക്ക് എത്താൻ കഴിയും. റൈറ്റ്, ഇറ്റ് ക്യാൻ അഫക്ട് ദ ഔട്ടർ ലെയേഴ്സ് ആൻഡ് ഇറ്റ് ക്യാൻ ചേഞ്ച് ദ സർഫസ് ടെമ്പറേച്ചർ ആൻഡ് വി നോ ദാറ്റ് the luminosity goes like T raised to 4. Surface temperature change ചെയ്യുമ്പോൾ there is a huge dependence. The luminosity depends on the fourth power of temperature. Okay, so the luminosity increases. Okay, so when the inner layer എന്തുകൊണ്ട് exactly opacity കുറയുന്ന മെക്കാനിസം നമ്മൾ പറയുന്നത്, it depends on various factors: the pressure, the density, the temperature, right, whether the gas are ionized or not, depends on various factors. All right, so what happens is that we are just describing that the opacity decreases. Okay, and energy reaches the surface more efficiently, so the surface temperature increases and then luminosity also increases. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ എവല്യൂഷണറി ട്രാക്ക് മുകളിലേക്ക് പതുക്കെ ബെൻഡ് ചെയ്ത് തുടങ്ങുന്നത്. റൈറ്റ്, ഇറ്റ് സ്ലോലി ബെൻഡ്സ് അപ്വേർഡ്സ്, മീനിങ് ഹയർ ലൂമിനോസിറ്റി, ആൻഡ് ടു ദ ലെഫ്റ്റ് ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറും ലൂമിനോസിറ്റിയും ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റേജാണ്. റൈറ്റ്, so after an interval of few million years, all right, it takes a few million years, the temperature within the protostar is high enough for nuclear fusion to begin. And as we said, it's again the same old story. Enough heat is generated, internal pressure increases, and the balance, the gravitational contraction is balanced. Okay, in a gravitational contraction, ഈ ഹീറ്റിനെ ബാലൻസ് ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം ഇത് മെയിൻ സീക്വൻസിൽ തന്നെ തുടരും. അത് മെയിൻ സീക്വൻസിലുള്ള സ്റ്റാർസ് എന്ന് പറയുന്നത് ഈ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷനെ ഇതിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് പ്രഷർ കൊണ്ട് ബാലൻസ് ചെയ്യുന്ന അവസ്ഥയാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ മെയിൻ സീക്വൻസ് സ്റ്റാർസിൽ കാണുന്നത്. ഓക്കെ, ആൻഡ് ദ protostar has reached the main sequence. It is now a main sequence star. നമ്മൾ HR ഡയഗ്രത്തിൽ കണ്ട പോലെ തന്നെ മാസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന ഈ പ്രോസസ്സസിന് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതിന്റെ HR ഡയഗ്രത്തിൽ കണ്ട പോലെ തന്നെ ഡിഫറെന്റ് മാസ്, ഹയർ മാസ് ഉള്ള സ്റ്റാർസ് ഒരേ രീതിയിലല്ല, ലോവർ മാസുള്ള സ്റ്റാർ ഇവോൾവ് ചെയ്യുന്ന എക്സാക്ട് രീതിയിലല്ല ഇവോൾവ് ചെയ്യുന്നത്. ഓക്കെ, മാസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ എ മോർ മാസീവ് protostar വിൽ ഇവോൾവ് ഇൻ എ ഡിഫറെന്റ് വേ. ഓക്കെ, ഉദാഹരണത്തിന് 4 സോളാർ മാസിനേക്കാളും കൂടുതൽ മാസുള്ള സ്റ്റാർസ് ആണെങ്കിൽ കോൺട്രാക്ട് ചെയ്യും, ഹീറ്റ് ചെയ്യും കൂടുതൽ റാപ്പിഡ് ആയിട്ടുള്ള റേറ്റ്, ബിക്കോസ് ദ ഗ്രാവിറ്റേഷണൽ പുൾ ഇസ് സോ ഹ്യൂജ്. Once you have 4 solar mass, these are heavy stars, so the contraction, the rate of contraction and also the rate of starting of heat generation, right, ഇത് കൂടുതൽ റാപ്പിഡ് ആയിട്ടുള്ള റേറ്റിൽ സംഭവിക്കും. And so the hydrogen burning phase begins earlier, right? As I said earlier, if mass is more, everything is faster. The net result is that, okay, we don't explain what will happen, specific changes നമ്മൾ പറയുന്നില്ല, പക്ഷെ അതിന്റെ മൊത്തത്തിലുള്ള ആകത്തുക എന്ന് പറയുന്നത് the luminosity stabilizes at approximately its final value. Alright, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മാസുള്ള സ്റ്റാർസ് നോക്കുമ്പോൾ അതിന്റെ ലൂമിനോസിറ്റിയിൽ വലിയൊരു ചേഞ്ച് കാണുന്നില്ല. ഓക്കെ, ലൂമിനോസിറ്റിയിൽ വലിയൊരു ചേഞ്ച് കാണുന്നില്ല, അത് ഏകദേശം സ്റ്റെബിലൈസ്ഡ് ആണ്. യു സീ ദാറ്റ് ഇറ്റ്സ് ഓൾമോസ്റ്റ് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, മെയിൻ സീക്വൻസ് സ്റ്റാറിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏകദേശം ഒരു സ്ട്രേറ്റ് ലൈൻ ആണെന്ന് കാണാൻ കഴിയും. Okay, so the luminosity stabilizes because these processes happen very quickly. Okay, so surface temperature continues to increase as the protostar continues to shrink. The evolutionary track of such a high mass protostar illustrated so ഇത് നമ്മൾ HR ഡയഗ്രത്തിൽ നോക്കുകയാണ് ഈ ഒരു കാര്യം കാണിച്ചിട്ടുണ്ട്. The luminosity is nearly horizontal, okay, meaning nearly constant luminosity from right to left for high solar mass, high mass stars, right? 9 solar mass or 15 solar mass. ഇത് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ആണ്. അതായത് എൻ്റെ മാക്സിമം ലൂമിനോസിറ്റി അതിൻ്റെ എൻഡ് ലൂമിനോസിറ്റി, മെയിൻ സീക്വൻസ് ലൂമിനോസിറ്റി അത് ആദ്യം തന്നെ അച്ചീവ് ചെയ്യും. An increase in mass will result in a corresponding increase in pressure and temperature in the interior of a star. Right? So this is something we have already mentioned. അതുപോലെ ഹയർ മാസ് ഉള്ള സ്റ്റാർസ് എടുക്കുകയാണെങ്കിൽ there's a greater temperature difference between core and its outer layers. അതിന്റെ കോറും ഔട്ടർ ലേയേഴ്സും തമ്മിൽ കൂടുതൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്, കൂടുതൽ മാസീവ് ആയിട്ടുള്ള സ്റ്റാർസിന്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈക്വിലിബ്രിയം അല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. there is a tendency to reach equilibrium, we know this, okay, in increasing entropy etc. അപ്പൊ ഇത് കൂടുതൽ ഈക്വിലിബ്രിയത്തിലേക്ക് എത്താനുള്ള ടെൻഡൻസി ഉണ്ട്. സിസ്റ്റംസ് ഹാവ് ടെൻഡൻസി ടു അറ്റൈൻ ഈക്വിലിബ്രിയം. അപ്പൊ അതുകൊണ്ട് തന്നെ കൺവെക്ഷൻ കൂടുതൽ
കൂടുതൽ ഡീപ്പർ ആയിട്ട് നടക്കും ബിക്കോസ് ഓഫ് ദി ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഡ്രൈവ്സ് കൺവെക്ഷൻ. Okay, but the massive star will have very low density for outer layers. Outer layer and density കുറവായിരിക്കും, inner layer ലാണ് contraction നടക്കുന്നത്. Okay, so energy flow in these regions is more easily performed by radiative methods than by convective methods. അപ്പോൾ outer layers എടുത്തു പോകണം, high massive starsന്റെ outer layer എടുത്തു നോക്കുകയാണെങ്കിൽ because of the differences in these situations. Okay, കൃത്യം എന്ത് ഫാക്ടറിൽ ഡിഫറൻസ് ആണ്, എന്ത് ഫാക്ടറിൽ എങ്ങനെയുള്ള ഡിഫറൻസ് ആണ് ഇത്ര ഇതിലേക്ക് എത്തുന്നത് നമ്മൾ പറയുന്നില്ല. ഇൻ ടോട്ടാലിറ്റി ഈ പല പല ഫാക്ടേഴ്സിന്റെ ചേഞ്ച് കാരണം what we see is that, okay, the energy flow in these regions, okay, outer layer region energy flow ഇപ്പോൾ കൂടുതൽ റേഡിയേറ്റീവ് മെത്തേഡ് വഴിയാണ് നടക്കുന്നത്. Alright, it becomes more transparent, outer layers become more transparent. Okay, അപ്പോൾ ഇവിടെയാണ് ഒരു ഡിഫറൻസ് വരുന്നത്. 4 സോളാർ മാസ് ഉള്ള സ്റ്റാർസും അതുപോലെ 4 സോളാർ മാസിനേക്കാളും കൂടുതൽ മാസ് ഉള്ള സ്റ്റാർസും 4 സോളാർ മാസിനേക്കാളും കുറവ് മാസ് ഉള്ള സ്റ്റാർസും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം, ഇങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. Okay, so difference is this. നമ്മൾ ആദ്യം 4 സോളാർ മാസിനേക്കാളും കുറഞ്ഞ മാസുള്ള സ്റ്റാറിന്റെ കാര്യമാണ് പറഞ്ഞത്. Stars on the main sequence with mass greater than 4 solar mass will have convective interiors. Okay, അതായത് 4 സോളാർ മാസിനേക്കാളും കൂടുതലാണെങ്കിൽ ഇന്റീരിയർ കൺവെക്റ്റീവ് ആയിരിക്കും, എക്സ്റ്റീരിയർ റേഡിയേറ്റീവ് ആയിരിക്കും. റേഡിയേറ്റീവ് ഔട്ടർ ലേയേഴ്സ് ആയിരിക്കും. അതേസമയം ലെസ് ദാൻ 4 സോളാർ മാസ് ആണെങ്കിൽ it will have radiative interior regions and convective outer regions. ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. 4 സോളാർ മാസിനേക്കാളും കുറഞ്ഞ മാസുള്ള സ്റ്റാർസ് ആണെങ്കിൽ ഇന്റീരിയർ റീജിയൻസ് റേഡിയേറ്റീവ് ആയിരിക്കും, എക്സ്റ്റീരിയർ റീജിയൻസ് അല്ലെങ്കിൽ ഔട്ടർ ലേയേഴ്സ് കൺവെക്റ്റീവ് ആയിരിക്കും. 4 സോളാർ മാസിനേക്കാളും കൂടുതലാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പൊ ഇത്തരം ചേഞ്ചസ്, ഇത്തരം ഒരു മാറ്റം കാണാൻ കഴിയും. ഇത്ര മാറ്റം ഉണ്ടാകുന്നതിന്റെ കാരണം ഇതിന്റെ ജനറലി മാസ് കൂടുന്ന സമയത്ത് ഇതിന്റെ പ്രഷർ, ഡെൻസിറ്റി, റേറ്റ് ഓഫ് കോൺട്രാക്ഷൻ, ഈ കാര്യങ്ങളിൽ വരുന്ന മാറ്റം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന്റെ ആകത്തുക ഈ മാറ്റങ്ങൾ, ഈ മാസ് കൂടുമ്പോഴുണ്ടാകുന്ന കോൺട്രാക്ഷന്റെ റേറ്റിലും മറ്റും ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണമാണ് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും ലോ എൻഡ് എടുക്കുകയാണെങ്കിൽ, ഇഫ് യു ഗോ അഗൈൻ ടു ലോവർ മാസ് സ്കെയിൽ, നമ്മളിപ്പോൾ ഒരു സോളാർ മാസ് ഉള്ള സ്റ്റാറിന്റെ കാര്യമാണ് ഏകദേശം പറഞ്ഞ്, കൂടുതൽ ലോവർ മാസ് 0.8 സോളാർ മാസ് എത്തുകയാണെങ്കിൽ ഇറ്റ്സ് അഗൈൻ വെരി ഡിഫറെന്റ്. ഓക്കെ, ഇൻ ദീസ് ഒബ്ജെക്ട്സ് the interior temperature of the protostar is insufficient to ionize the inner region. അതായത് മാസ് കുറവാണ്, അതുകൊണ്ട് അയണൈസ് ചെയ്യാനുള്ള മാത്രമുള്ള ടെമ്പറേച്ചർ ഇല്ല. ഓക്കെ, അപ്പൊ അയണൈസേഷനിലുള്ള ഉണ്ടാകുന്ന മാറ്റം കാരണം, അയണൈസേഷന്റെ റേറ്റിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം ഇറ്റ് ഈസ് ടു ഒപ്പാക് ടു അലൗ എനർജി ട്രാൻസ്പോർട്ട് ബൈ റേഡിയേഷൻ. ഇപ്പൊ സോളാർ മാസ്, ഒരു സോളാർ മാസിനേക്കാളും കുറഞ്ഞ ഇത് എടുക്കുകയാണെങ്കിൽ ഈ അയണൈസേഷനിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം ദ ഒപ്പാസിറ്റി ഓൾസോ ചേഞ്ചസ്. ഓക്കെ, ഇറ്റ് ബിക്കംസ് ടു ഒപ്പാക് ടു അലൗ എനർജി ട്രാൻസ്പോർട്ട് ബൈ റേഡിയേഷൻ. ഓക്കെ, അപ്പൊ ഈ കേസിൽ ദ ഓൺലി പോസിബിൾ മെത്തേഡ് ഫോർ എനർജി ട്രാൻസ്പോർട്ട് ഈസ് ബൈ കൺവെക്ഷൻ. ഓക്കെ, ഔട്ടർ ലെയറിലേക്ക്, ഇന്നർ ലെയറിൽ നടക്കുന്ന ഇത് കാരണമുള്ള എനർജി ട്രാൻസ്പോർട്ടിന്റെ കാരണം കൺവെക്ഷൻ മാത്രമാണ്. റേഡിയേഷൻ ഈസ് ഡിനൈഡ്, ഓക്കെ, ബിക്കോസ് ഓഫ് ഒപ്പാസിറ്റി. അപ്പൊ ഇതുകൊണ്ട് തന്നെ in these stars, convective methods are the only means of energy transport. Okay, examples of the interior structure of low mass, high mass and very low mass. Okay, അതിന്റെ ഒരു ചിത്രം നമുക്ക് നോക്കാം. Alright, so it may be helpful for you to remember this. Okay, these are high mass, വളരെ മാസ് ഉള്ള സ്റ്റാർസ് എടുക്കുകയാണെങ്കിൽ ഔട്ടർ ലെയേഴ്സ് റേഡിയേറ്റീവ് ആണ്. Alright, ഔട്ടർ ലെയേഴ്സ് റേഡിയേറ്റീവ് ആണ്. ഇങ്ങനെ ആരോ കാണിക്കുന്ന റേഡിയേഷൻ കാരണമുള്ള ട്രാൻസ്പോർട്ട് ആണ്. Okay, these are radiative layers. ഓക്കെ, ഇന്നർ ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ കൺവെക്റ്റീവ് ആണ്. കൺവെക്റ്റീവ് ഈ മെറ്റീരിയലിന്റെ മൂവ്മെന്റിനാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതായത് കൂടുതൽ ചൂടുള്ള, അതായത് ഹീറ്റഡ് അപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ മുകളിലേക്ക് പോകും, തണുത്ത് താഴേക്ക് വരും. സോ മെറ്റീരിയൽ ഇസ് ആക്ച്വലി സർക്കുലേറ്റിംഗ്. സോ ദിസ് ഇസ് ദ കേസ് ഫോർ mass greater than 4 solar mass. Okay, it's characterized by radiative outer layers and convective inner layers. Okay, whereas if you go to 0.8 to 4 solar mass, 0.8 മുതൽ 4 solar mass ലേക്ക് പോകണമെങ്കിൽ outer regions convective, inner regions radiative ആണ്. Okay, there is this change. Okay, and if you again go to 0.8 solar mass, okay, less than 0.8 solar mass, then there is only convection. Right, അപ്പോൾ ഇവിടെ ഏറ്റവും efficient ആയിട്ട് നടക്കുന്നത് convection മാത്രമാണ്. So this is easy to remember, I hope. Okay, because of various features. Okay, നമ്മൾ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. We have just said that there are various factors which change because of the change in mass. മാസിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് പ്രഷർ ചേഞ്ച് ചെയ്യും, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും, അതുപോലെ അയണൈസേഷന്റെ റേറ്റ് എല്ലാം ചേഞ്ച് ചെയ്യും. റൈറ്റ്, അപ്പൊ ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. എക്സാക്ട്ലി എന്താണ് ഇതിലേക്കുള്ള റീസണിങ് നമ്മൾ പറയുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് സ്ലൈറ്റ്ലി കോംപ്ലക്സ്. ദർ ആർ മെനി ഫാക്ടേഴ്സ്.
Okay, but the idea is that less than 0.8 solar mass there is only convection. All right. More than 0.8 and less than 4 solar mass all right, there's a convection in outer and radiation in the interior. Whereas if you go to more massive stars like greater than 4 solar mass, outer regions are radiative and inner regions are convective. Okay. അപ്പോൾ ഇവിടെ മുൻപ് നമ്മൾ പറഞ്ഞതും വീണ്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇതാണ്. All evolutionary tracks shown in the special HR diagram end at the main sequence. ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്ന മെയിൻ സീക്വൻസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈക്വിലിബ്രിയത്തിൽ സ്റ്റേജ് ആണ് മെയിൻ സീക്വൻസ് നമ്മൾ പറയുന്നത്. The main sequence represents, okay, so you should, നമ്മൾ HR ഡയഗ്രത്തിൽ മുൻപ് വരച്ച മെയിൻ സീക്വൻസിന് പ്രത്യേകതയുണ്ട്. They represent those stars in which nuclear fusion reactions are producing energy by converting hydrogen to helium. Okay, main sequence star ന്റെ പ്രത്യേകതയാണ് they produce energy by converting hydrogen to helium. Okay, നമ്മൾ HR ഡയഗ്രത്തിൽ കണ്ട ബാക്കി stars, okay, HR ഡയഗ്രത്തിൽ കണ്ട ബാക്കി regions, these either belong to the earlier part of the evolutionary history, star and evolutionary history earlier ആയിട്ടുള്ള ഭാഗം, later ആയിട്ടുള്ള ഭാഗം, റെഡ് ജയന്റ് സൂപ്പർ ജയന്റ് ഒക്കെ നമ്മൾ HR ഡയഗ്രത്തിൽ കണ്ടു. ഇത് ഇവല്യൂഷൻ ഈ മെയിൻ സീക്വൻസിലെ ജീവിതകാലം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് റെഡ് ജയന്റ് സൂപ്പർ ജയന്റ് ഒക്കെ. അതുപോലെ വൈറ്റ് ഡ്വാർഫ് ബ്ലാക്ക് ഹോൾ ഇതൊക്കെയും ഇതിന്റെ ലൈഫ് ടൈമിന്റെ അവസാനം ഉണ്ടാവുന്ന അവസ്ഥകളാണ്. ഓക്കെ, so for the large majority of stars, this is a stable situation, and this end point on the main sequence can be represented by a diagram as follows. Right, അപ്പോൾ മെയിൻ സീക്വൻസിലുള്ള അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മാസിലുള്ള ഡിപ്പെൻഡൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് മാസ് വേഴ്സസ് ലൂമിനോസിറ്റി ആണ്. റൈറ്റ്, മാസ് വേഴ്സസ് ലൂമിനോസിറ്റി. Okay, you see that as mass increases, the luminosity also increases. As mass increases, luminosity also increases. Okay, luminosity as well as temperature. So the HR diagram നമ്മൾ എടുക്കുകയാണെങ്കിൽ it's a progression not only in luminosity and temperature but in mass also. Okay, this can be succinctly summed up as the greater the mass, the greater the luminosity. കൂടുതൽ മാസ് ഉള്ള സ്റ്റാർസ് കൂടുതൽ ലൂമിനസ് ആയിരിക്കും, കാരണം അവിടെ ഈ ലൂമിനോസിറ്റി കാരണമായിട്ടുള്ള പ്രോസസ്സസ് കൂടുതൽ റേറ്റിൽ നടക്കും, കൂടുതൽ റാപ്പിഡ് ആയിട്ടുള്ള റേറ്റിൽ നടക്കും. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഒരു 10 സോളാർ മാസ് ഉള്ള സ്റ്റാർ എടുക്കുകയാണെങ്കിൽ അത് ഇറ്റ്സ് അബൌട്ട് 3000 ടൈംസ്. ഓക്കെ, മാസ് 10 മടങ്ങാകുമ്പോൾ ലൂമിനോസിറ്റി ഗോസ് അപ്പ് ബൈ 3000 ടൈംസ്. ഓക്കെ, സണ്ണിന്റെ ലൂമിനോസിറ്റി ആണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 0.1 സോളാർ മാസ്, ഓക്കെ, സണ്ണിന്റെ മാസിനേക്കാളും 10 മാസമുള്ള സ്റ്റാർസ്. ഓക്കെ, 10 മാസമുള്ള സ്റ്റാർസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ലൂമിനോസിറ്റി എന്ന് പറഞ്ഞത് 1000 നിന്നാണ്. Right, it reduces by 1000-fold. All right. Okay, so this is like this. All right. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇതാണ്. നമുക്കറിയാം ഹൈ ലൂമിനോസിറ്റി ഉള്ള സ്റ്റാർസ് നോക്കുകയാണെങ്കിൽ, ഹൈ മാസ് പ്രോട്ടോസ്റ്റാർ നോക്കുകയാണെങ്കിൽ അപ്പർ റൈറ്റ് റീജിയനിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ റെഡ് ജയന്റ് സ്റ്റാർ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ് ജയന്റ് സ്റ്റാറും ജയന്റ് സ്റ്റാർസും ഒക്കെ നമ്മൾ വരച്ച റീജിയനിൽ തന്നെയാണ് ഈ ഹൈ മാസ് പ്രോട്ടോസ്റ്റാർസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, പക്ഷേ ഇത് നമ്മൾ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഈ ഹൈ മാസ് പ്രോട്ടോസ്റ്റാർ എന്ന് പറയുന്നത് സ്റ്റാറിന്റെ എവല്യൂഷണറി ഹിസ്റ്ററിയിൽ ആദ്യമുള്ള ഒരു ഫേസ് ആണ്. അതേസമയം റെഡ് ജയന്റ് സൂപ്പർ ജയന്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റാറിന്റെ എവല്യൂഷണറി ഹിസ്റ്ററിയിൽ താരതമ്യേന അവസാന കാലത്തേക്കുള്ള ഫേസസ് ആണ്. Okay, so red stars are at a stage in their lives that occur only after being a main sequence star. മെയിൻ സീക്വൻസ് സ്റ്റാർ ലൂടെയുള്ള ജീവിതം കഴിഞ്ഞിട്ടാണ് അത് റെഡ് ജയന്റ് അല്ലെങ്കിൽ ജയന്റ് എന്നുള്ള സ്റ്റേജിൽ എത്തുന്നത്. അതുപോലെ നമ്മൾ കൂടുതൽ സ്റ്റാർസ് എടുത്ത് നോക്കുമ്പോൾ, ഓക്കെ, മോസ്റ്റ് ഓഫ് ദി സ്റ്റാർസ് അതിന്റെ കൂടുതൽ ജീവിതകാലം അത് മെയിൻ സീക്വൻസിൽ തന്നെയായിരിക്കും നിലനിൽക്കുക. ഓക്കെ, അപ്പോൾ അതിന്റെ മെയിൻ സീക്വൻസിലുള്ള ലൈഫ് ടൈം വെച്ച് നോക്കുമ്പോൾ പ്രോട്ടോസ്റ്റാർ ആയിട്ടുള്ള പ്രീ മെയിൻ സീക്വൻസ്, ഓക്കെ, പ്രോട്ടോസ്റ്റാറും പ്രീ മെയിൻ സീക്വൻസ് ആയിട്ടുള്ള അതിന്റെ ജീവിതകാലം വളരെ കുറവാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സോളാർ മാസ് ഉള്ള പ്രോട്ടോസ്റ്റാർ എടുക്കുകയാണെങ്കിൽ it takes about 20 million years to become a main sequence star. Okay, പക്ഷെ ഒരു 12 സോളാർ മാസ് എടുക്കുകയാണെങ്കിൽ പക്ഷേ 20,000 ഇയേഴ്സ് എടുക്കുള്ളൂ. അപ്പോൾ മാസ് അനുസരിച്ച് മാറ്റം വരും, നമ്മൾ പറഞ്ഞതാണ്, ഡിപ്പെൻഡിങ് ഓൺ ദ മാസ്. In contrast, a star like Sun has been a main sequence star for nearly 5 billion years. Right? Look at the order of magnitude. Main sequenceലുള്ള അത് 5 billion years ആണ്. Right? ഇനി ഒരു 5 ബില്യൺ ഇയറും കൂടെ സൺ അങ്ങനെ തന്നെ
മെയിൻ സീക്വൻസിൽ നിലനിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്? സോ മെയിൻ സീക്വൻസിൽ നമ്മൾ സണ്ണിന്റെ ലൈഫ് ടൈം എടുക്കുകയാണെങ്കിൽ ഇറ്റ് റിമെയിൻസ്, ഓക്കെ, വി എക്സ്പെക്ട് ഇറ്റ് ടു ബി ഇൻ ദ മെയിൻ സീക്വൻസ് ഫോർ അബൌട്ട് 10 ബില്യൺ ഇയേഴ്സ്. 10 ബില്യൺ ഇയേഴ്സ്. ഓക്കെ, പക്ഷെ നമ്മൾ അതിന്റെ മെയിൻ സീക്വൻസിലേക്ക് എത്താൻ വെറും 20 മില്യൺ ഇയേഴ്സ് എടുത്തിട്ടുള്ളൂ. Right? So look at the huge difference in the order of magnitude, okay, in their lifetime, in the main sequence and the lifetime before main sequence. Okay, അപ്പോൾ മെയിൻ സീക്വൻസിലുള്ള ലൈഫ് ടൈം ആണ് അതിന്റെ ഏറ്റവും കൂടിയ, മെയിൻ സീക്വൻസിലാണ് അത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഓക്കെ, അതുപോലെ ഏത് മാസമുള്ള സ്റ്റാർസ് വേണേലും ഫോം ചെയ്യില്ല. ദോസ് തിയററ്റിക്കൽ ലിമിറ്റ് 150 to 200 സോളാർ മാസ് വരെയുള്ള സ്റ്റാർസ് ഫോം ചെയ്യുകയുള്ളൂ. റൈറ്റ്? അതിൽ കൂടുതൽ മാസ് ഉള്ള ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻസ് സംഭവിക്കാം. റൈറ്റ്? ബട്ട് അതുണ്ടാവുന്ന എനർജി, അത്രയും ഹ്യൂജ് മാസ് ആയിട്ടുള്ള ഗ്യാസ് ക്ലസ്റ്റർ ആണെങ്കിൽ അതിന്റെ കോൺട്രാക്ഷൻ കാരണമുള്ള എനർജി വളരെ കൂടുതലായിരിക്കും. ഗ്രാവിറ്റി കനോട്ട് കണ്ടെയ്ൻ ഇറ്റ്. ഇറ്റ് ജസ്റ്റ് ബേർസ്റ്റ്സ്, അത് എക്സ്പ്ലോഡ് ചെയ്യും. റൈറ്റ്? ഇറ്റ് കനോട്ട്, gravity cannot hold it together. Okay, so if it is more than 150 solar masses. ഇനി അപ്പർ ലിമിറ്റ് മാത്രമല്ല, സോ തീർച്ചയായിട്ടും ലോവർ ലിമിറ്റ് ഉണ്ട്. ദോസ് സ്റ്റാർസ് വിത്ത് മാസ് ഓഫ് ലെസ് ദാൻ 0.08 സോളാർ മാസ് ക്യാൻ നെവർ അച്ചീവ്. ഇപ്പൊ 0.08 സോളാർ മാസിനേക്കാളും കുറഞ്ഞ മാസ് ആണ് വരുന്നതെങ്കിൽ റൈറ്റ്, അത്ര സ്റ്റാർസ് ഫോം ചെയ്യില്ല. ഓക്കെ, അത് കാരണം അതിന്റെ കാരണം ഇറ്റ് ഡസന്റ് ഹാവ് ഇനഫ് ഗ്രാവിറ്റി to contract and trigger nuclear fusion. Nuclear fusion trigger ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗ്രാവിറ്റി അവിടെ ഇല്ല. ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടാവുന്നത് കോൺട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ കാരണം ഹീറ്റഡ് അപ്പ് ആവുന്നതുകൊണ്ടാണ്. there has to be a gravitational contraction. അതുകൊണ്ടാണ് നമുക്ക് പ്ലാനറ്റ്സ് ഒക്കെ ഉള്ളത്. പ്ലാനറ്റ്സിലൊന്നും ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷനിലൂടെ ന്യൂക്ലിയർ ഫ്യൂഷൻ ട്രിഗർ ആവുന്നില്ല. ബിക്കോസ് ദ മാസ് ഇസ് മച്ച് ലെസ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ, പ്ലാനറ്റ്സിന്റെയും സ്റ്റാർസിന്റെ ഇടയിൽ ഉള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അത് പ്ലാനറ്റിനേക്കാളും കുറെ കൂടെ മാസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 0.08 സോളാർ മാസിനേക്കാളും കുറവാണെങ്കിൽ അത് സ്റ്റാർ ആവാൻ ശ്രമിക്കും, ബട്ട് ഇറ്റ് വിൽ ഫെയിൽ. ഇറ്റ്സ് കോൾഡ് എ ഫെയിൽഡ് സ്റ്റാർ and it will slowly radiate away all of its internal energy, gradually cooling with time. അപ്പൊ ഇത്തരം ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ബ്രൗൺ ഡ്വാർഫ്സ് എന്ന് പറയുന്നത്. ഈ ബ്രൗൺ ഡ്വാർഫ്സിനെ ഒബ്സർവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ദേ ഡോണ്ട് ഗിവ് ഓഫ് ഇൻ റേഡിയേഷൻ, ദേ ആർ കൂൾ. റൈറ്റ്? അപ്പൊ ഇതിനെയാണ് നമ്മൾ ബ്രൗൺ ഡ്വാർഫ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനറ്റിന്റെ സ്റ്റാറിന്റെ ഇടയിലുള്ള ഒരു റീജിയണിലാണ് ബ്രൗൺ ഡ്വാർഫ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് ഇൻഫ്രാറെഡ് റീജിയണിൽ അത് റേഡിയേറ്റ് ചെയ്യും. Okay, because any object with with temperature will radiate in the infrared region, you know that. Okay, but as detect ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. But such stars have been detected, right? So these are examples, right? For example, this Gliese 229b, it's 0.05 solar mass object. Okay, it's a brown dwarf. Okay, it's too massive to be a planet. Okay, something has happened in there, but it did not become a star. It did not quite become a star, right? It tried, but it failed. It's a failed star. It's a failed star. Okay, ഇത് ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, അതുപോലെ ഇതിന്റെ മാസ് റേഞ്ച് ഈ രീതിയിലായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആസ്ട്രോണമേഴ്സ് ബിലീവ് ദാറ്റ് ദർ ആർ മോർ ഓഫ് ദം, ആക്ച്വലി ലാർജ് നമ്പർ ഓഫ് ദം. റൈറ്റ്? അപ്പൊ അത് നമ്മുടെ മാറ്റർ എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഓർഡിനറി മാറ്റർ ഈ ബ്രൗൺ ഡ്വാർഫ് ഫോമിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദാറ്റ്സ് വൺ ഓഫ് ദ എക്സ്പെക്ടേഷൻസ്. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട്, സോ വി മേ നോട്ട് നോ, we may not experimentally verify this for some time, but this is a serious consideration. Okay, it's a serious possibility that most of the matter, most of ordinary matter, standard model matter, is in the form of brown dwarfs. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഗാലാക്ടിക് ക്ലസ്റ്റേഴ്സ്. ഗാലാക്ടിക് ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മീനിങ് ക്ലിയർ ആണ്. ഓക്കെ, ഇറ്റ്സ് അബൌട്ട് ക്ലസ്റ്റേഴ്സ്. So the basic thing is that stars do not form in isolation. സാധാരണ സ്റ്റാർസ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഫോം ചെയ്യാറില്ല. So there are clusters. Usually there are clusters of stars formed. Okay. So stars are formed from nebulae, which is a sphere of gas containing hydrogen, nitrogen, metals, dust particles, etc. ഒരു interstellar medium ഇതിൽ വരുന്ന കാര്യങ്ങളാണ് nebulae. It consists of gas, ionized particles, all these things. Okay. അപ്പോൾ അവിടെ സ്റ്റാർ ഫോർമേഷൻ ഇത്തരം എന്താണ് സ്റ്റാർ ഫോർമേഷൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഉള്ള ഒരു മീഡിയമാണ് ഈ നെബുല എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് അയണൈസ്ഡ് മെറ്റീരിയൽസ്, മെറ്റൽസ്, ഓക്കെ, അയണൈസ്ഡ് ഗ്യാസസ്, മെറ്റൽസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, എക്സെട്ര.
When nebula നമ്മൾ എടുക്കുമ്പോൾ nebula can contain materials that could form hundreds of stars. Okay, that's a large amount of materials. So stars tend to form in groups or clusters. Okay, അതായത് സാധാരണയായിട്ട് കുറച്ച് ഭാഗത്ത് ഒരു സ്റ്റാർ ഉണ്ടാകാൻ മാത്രമുള്ള മാറ്റർ ഉണ്ടാകില്ല ചെയ്യുന്നത്. Right? So this nebula is so vast and so huge. Right? It's so vast that usually a large number of stars can form from a particular nebula. The stars form out of the same nebulae need not have the same mass. Okay, അപ്പോൾ ഒബ്വിയസ്ലി അത് എന്താണ് അതിന്റെ പിന്നിലുള്ള ഡൈനാമിക്സ് അറിയില്ല, പക്ഷേ അത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതിന് ഒരേ മാസ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, ഡിപ്പെൻസ് ഈ കോൺട്രാക്ഷനിൽ പെട്ടുപോകുന്ന മെറ്റീരിയൽ എത്ര ഉണ്ടെന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്യും. സോ ഒബ്വിയസ്ലി മാസ് ഡിഫറെന്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് മെയിൻ സീക്വൻസിൽ എത്തുന്ന സമയത്തിന് വ്യത്യാസമുണ്ട്. നമ്മൾ കണ്ടു കൂടുതൽ മാസ് ഉള്ള സ്റ്റാർസ് ആണ് വേഗം അതിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. എവറിത്തിങ് ഈസ് ഫാസ്റ്റർ വെൻ മാസ് ഇസ് ഹൈ. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ ഒരു സോളാർ മാസ് ഉള്ള ഒരു പ്രോട്ടോസ്റ്റാർ, ഒരു സോളാർ മാസ് ഉള്ള സ്റ്റാറിന് കറസ്പോണ്ട് ചെയ്യുന്ന പ്രോട്ടോസ്റ്റാർ എടുക്കുകയാണെങ്കിൽ അത് 20 മില്യൺ ഇയേഴ്സ് എടുക്കും മെയിൻ സീക്വൻസ് സ്റ്റാറിൽ എത്താൻ. ഓക്കെ, പ്രോട്ടോസ്റ്റാറിൽ നിന്ന് മെയിൻ സീക്വൻസിൽ എത്താൻ 20 മില്യൺ ഇയേഴ്സ് എടുക്കും. അതേസമയം കൂടുതൽ മാസീവ് ആയിട്ടുള്ള 12 സോളാർ മാസ് ഒക്കെ മാസ് ഉള്ള സ്റ്റാർ ആണെങ്കിൽ അത് പ്രോട്ടോസ്റ്റാറിൽ നിന്ന് മെയിൻ സീക്വൻസിലേക്ക് എത്താൻ 20,000 ഇയേഴ്സ് എടുക്കുള്ളൂ. ഓക്കെ, സോ when high mass stars are shining brightly as stars, the low mass stars may not have begun shining. അതായത് കൂടുതൽ മാസീവ് ആയിട്ടുള്ള സ്റ്റാർസ് വളരെ ബ്രൈറ്റ് ആയിട്ട് വളരെ ലൂമിനസ് ആയിട്ട് മെയിൻ സീക്വൻസ് സ്റ്റാർ ആയിട്ട് ഷൈൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ലോ മാസ് സ്റ്റാർ അതിന്റെ ശൈശവാവസ്ഥയിൽ തന്നെ ആയിരിക്കും. റൈറ്റ്, ഇറ്റ് വിൽ ബി ഇൻ ദ ബിഗിനിങ് സ്റ്റേജ് സ്റ്റിൽ. അതുകൊണ്ട് തന്നെ ഈ ഹൈ മാസ് ഉള്ള സ്റ്റാർസിൽ നിന്നുള്ള റേഡിയേഷനും കാര്യങ്ങളും അതിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ ലോ മാസ് സ്റ്റാർസിനെയും ബാധിക്കും. ബിക്കോസ് ദീസ് ഓൾ ഫോം എ ക്ലസ്റ്റർ, സോ ദീസ് അഫക്ട് ഈച്ച് അതർ. So when time passes, the group of stars gradually get dispersed. Initially ഒരു ക്ലസ്റ്ററിന്റെ ഭാഗമാണെങ്കിലും പതുക്കെ അത് ഡിസ്പേഴ്സ്ഡ് ആവും. Since the massive stars have much shorter lifetimes, they may not be able to escape from their birthplace, whereas small stars which have long lifetime may escape from their birthplace. Okay, അപ്പോൾ അതിന്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടായ ക്ലസ്റ്ററിന്റെ ഭാഗമായിട്ട് തന്നെ നിലനിന്നോളണമെന്നില്ല. ഇറ്റ് ഹാസ് ടൈം ടു എസ്കേപ്പ് ഫ്രം ദർ. നമ്മളൊരു ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് എടുക്കുകയാണെങ്കിൽ, റൈറ്റ്, ഇഫ് ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് സ്റ്റാർസിന്റെ എണ്ണം കൂടുന്തോറും അതിന് പരസ്പരമുള്ള ഗ്രാവിറ്റേഷണൽ ഇന്ററാക്ഷനും കൂടുതലായിരിക്കും. സോ ദർ ഇസ് എ ടെൻഡൻസി, വി നോ ദാറ്റ് ഗ്രാവിറ്റേഷൻ ഇസ് ഓൾവേസ് അട്രാക്റ്റീവ്. സോ ദർ ഇസ് എ ടെൻഡൻസി ടു ബി ടുഗെദർ. കൂടുതൽ സ്റ്റാർസ് ഉണ്ടെങ്കിൽ കൂടുതൽ കാലം അത് ഒരുമിച്ച് നിൽക്കും. കുറവ് എണ്ണം സ്റ്റാർസ് ഉള്ളെങ്കിൽ സ്ലോലി ദേ ക്യാൻ ഡിസ്പേഴ്സ്. ഇപ്പോൾ ദ ലാർജ് നമ്പർ ഓഫ് സ്റ്റാർ ഉണ്ടെങ്കിൽ കമ്പൈൻഡ് ഗ്രാവിറ്റേഷണൽ പുൾ വിൽ സ്ലോ ഡൗൺ ദ ഡിസ്പേർഷൻ. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലസ്റ്റേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സും ഓപ്പൺ ക്ലസ്റ്റേഴ്സും. ഓപ്പൺ ക്ലസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഗാലാക്റ്റിക് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോബുലാർ ക്ലസ്റ്ററും ഓപ്പൺ ക്ലസ്റ്ററും ഉണ്ട് സ്റ്റാർ ക്ലസ്റ്ററിൽ. അതിൽ ഓപ്പൺ ക്ലസ്റ്ററിനെയാണ് നമ്മൾ ഗാലാക്റ്റിക് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ അല്ലാതെ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ്, ഓക്കെ, ദേ കണ്ടെയ്ൻ oldest population of star, whereas galactic clusters contain youngest star population. Galactic clusterയിലുള്ളത് youngest ആയിട്ടുള്ള star population ആണ്. A small collection of gravitationally bound younger stars containing 10 to 100 stars without having particular shape is called a galactic cluster. ഇതാണ് galactic clusterന്റെ basic ആയിട്ടുള്ള definition. Okay, it's a small collection of gravitationally bound younger stars containing 10 to 100 stars. Okay, only 10 to 100 stars. Okay, it may have also a particular shape. This is called a galactic cluster. Okay. So galactic cluster തന്നെ പലതരത്തിലുള്ള galactic cluster ഉണ്ട്. There are different examples for galactic clusters. അപ്പോൾ ഒരു galactic clusterലെ സ്റ്റാറിന് obviously ഒരേ brightness ഉണ്ടാവണമെന്നില്ല. It depends on the mass. Okay, some are bright and some are faint. The stars that make up a galactic cluster are called population 1 stars, new stars. Okay, population 1 stars ആണ് galactic clusterലെ stars നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് മെറ്റൽ റിച്ച് ആണ്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് യങ്ങർ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഫോം ചെയ്തതാണ്. അടുത്ത കാലത്ത് പറഞ്ഞാൽ കോസ്മിക് സ്കെയിലിൽ വെച്ച് നോക്കുമ്പോൾ അടുത്ത കാലത്ത് ഫോം ചെയ്ത സ്റ്റാർസ് ആണ്. അപ്പൊ അത് ഫോം ചെയ്ത സമയത്ത് there are more metals, higher elements already available ആണ്. ഓക്കെ, ഹൈഡ്രജൻ ഹീലിയം അല്ലാതെ ഹയർ എലിമെന്റ്സ് അവൈലബിൾ ആണ്. അതേസമയം പഴയ സ്റ്റാർസ് നോക്കുകയാണെങ്കിൽ, ഓൾഡ് സ്റ്റാർസ് നോക്കുകയാണെങ്കിൽ അത് ഫോം ചെയ്ത സമയത്ത് ഹൈഡ്രജൻ ഹീലിയം ഇങ്ങനെയുള്ള നോൺ മെറ്റൽ ഗ്യാസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ സ്റ്റാർസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം മെറ്റൽസ് കാണാൻ സാധ്യതയില്ല. So population 1 stars are also metal rich. The galactic cluster can form the size of galactic cluster can range from a few dozen light years to 70 light years. Okay, that's a range, a few dozen light years to 70 light years.
So there are different types of galactic cluster, and appearance and character എല്ലാം ഒരേപോലെ ആവണമെന്നില്ല. Okay, it depends on the circumstances of the birth. It's the interstellar cloud. Okay, it's interstellar cloud that determines both the number and types of stars that are born. Okay, നമ്മൾ പറഞ്ഞ നെബുലയുടെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് എത്ര സ്റ്റാർസ് ഉണ്ടാകുന്നു, ഏതൊക്കെ തരം സ്റ്റാർസ് ആണ് ഉണ്ടാകുന്നതൊക്കെ നിർണ്ണയിക്കുന്നത് നെബുല എന്തൊക്കെയാണ്, നെബുലയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അനുസരിച്ചാണ്. റൈറ്റ്, വാട്ട്സ് ദ നെബുല consisting of. Right, so all these things change how what types of stars are born. Okay, so there are so many factors at play: the size, density, turbulence, temperature, magnetic field. Okay, these all play a role as the deciding parameters in star birth. Okay, so these are a large number of parameters, and it's quite complex. Okay, the process is quite complex. And that's the reason why there's a rich variety. There's a rich variety of stars. There's a rich variety of clusters. Okay. So in the case of giant molecular clouds, the conditions can give rise to both O and B stars. Okay, giant molecular cloud എന്നുള്ള രീതിയിലുള്ള cloud ആണെങ്കിൽ, okay, that's a particular class of cloud. Okay, what do you say? Interstellar mediumത്തിന്റെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ആണ് ജയന്റ് മോളിക്കുലർ ക്ലൗഡ് എന്ന് പറയുന്നത്. ആ കേസിൽ നമ്മൾ നേരത്തെ സ്റ്റാറിന്റെ ക്ലാസിഫിക്കേഷനിൽ കണ്ട OB ടൈപ്സ് സ്റ്റാർ ആണ് ഫോം ചെയ്യുന്നത്. അതുപോലെ സോളാർ ടൈപ്പ് സ്റ്റാർസും ഡ്വാർഫ് സ്റ്റാർസ്, അത്ര മാസൊന്നും ഇല്ലാത്ത സ്റ്റാർസും ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേസമയം സ്മോൾ മോളിക്കുലർ ക്ലൗഡ്സ് എന്ന് പറഞ്ഞ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റൈറ്റ്, ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഇന്റർസ്റ്റെല്ലാർ മീഡിയത്തിൽ തന്നെ സ്മോൾ മോളിക്കുലർ ക്ലൗഡ്സ് ഉണ്ട്. റൈറ്റ്, അപ്പോൾ അവിടെ ഈ സോളാർ, അപ്പോൾ നമ്മൾ സ്റ്റാർ ക്ലസ്റ്റേഴ്സ് നമ്മുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പോലെയുള്ള ടെലിസ്കോപ്പ് വഴി സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ സ്റ്റാർ ഫോർമേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ഹൈ മാസ് സ്റ്റാർസിന്റെ ലോ മാസ് സ്റ്റാർസിന്റെ ഹൈ മാസ് സ്റ്റാർസിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അകലെയുള്ള ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് അകലെയുള്ള ക്ലസ്റ്റേഴ്സിനെ നോക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെ നെബുല ഡിഫറെന്റ് നെബുലയെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതൊരു പെർട്ടിക്കുലർ സ്റ്റാർ ക്ലസ്റ്ററിന്റെ HR ഡയഗ്രാം ആണ്. റൈറ്റ്, സ്റ്റാർ ക്ലസ്റ്റർ NGC2264. ഓക്കെ, NGC2264 എന്ന് പറയുന്ന ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസിന്റെ HR ഡയഗ്രാം ആണിത്. ഓക്കെ, അതും ഈ നമ്മുടെ മെയിൻ സീക്വൻസിനോട് ചേർന്ന് വരുന്ന സ്റ്റാറുകളുണ്ട്. റൈറ്റ്, മെയിൻ സീക്വൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റാറുകളുണ്ട്. ഓക്കെ, മെയിൻ സീക്വൻസിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലാത്ത സ്റ്റാറുകളുണ്ട്. സോ ഓൾ ദിസ് ഡിപ്പെൻഡ് ഓൺ ദ മാസ്. റൈറ്റ്, സം ഓഫ് ദം may have even evolved away from the main sequence stars. Right, depends on the whether it's population 1 or depends on the age of the cluster. Okay, so this is a typical HR diagram. This is an HR diagram of a typical galactic cluster. നമ്മൾ സ്റ്റാർ ഫോർമേഷനെ കുറിച്ചും ഒക്കെ അത് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ്, ഗാലാക്ടിക് ക്ലസ്റ്റേഴ്സ്, അതുപോലെ നെബുല, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മാസ് ഡിപ്പെൻഡൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. പക്ഷെ നമുക്കൊരു നെബുല ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡർസ്റ്റെല്ലാർ മീഡിയം ഉണ്ട്. അവിടെ ഈ പ്രോട്ടോസ്റ്റാർ ഫോർമേഷൻ സംഭവിക്കാനുള്ള ട്രിഗേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞു ഇറ്റ് ഹാപ്പൻസ് ബൈ ആക്സിഡന്റ്. റൈറ്റ്, ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് അഫക്ട് ദിസ് പ്രോട്ടോസ്റ്റാർ ഫോർമേഷൻ. ദർ ആർ സർട്ടൻ സിറ്റുവേഷൻസ് വിച്ച് എൻഹാൻസ് ദിസ് പ്രോട്ടോസ്റ്റാർ ഫോർമേഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്റ്റാർ ഫോർമേഷൻ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. Okay, there are three mechanisms by which star formation triggers. They have dissimilar origin. They are the spiral arms of a galaxy, expanding H2 regions, and supernovae. ഇതാണ് സ്റ്റാർ ഫോർമേഷൻ ട്രിഗേഴ്സ്. ഇത് ഓരോന്നും നമുക്ക് നോക്കാം. സ്പൈറൽ ആംസ് ഓഫ് എ ഗാലക്സി. ഓക്കെ, നമ്മൾ ഗാലക്സീസ് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്റ്റാർ ഫോർമേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്പൈറൽ ആംസ് ഓഫ് ഗാലക്സീസ് ആർ പ്രൈം ലൊക്കേഷൻ ഫോർ സ്റ്റാർ ഫോർമേഷൻ. ഓക്കെ, ഐ തിങ്ക് വി ഡിസ്കസ് ദിസ് വെൻ വി ടോക്ക്ഡ് അബൌട്ട് ഗാലക്സീസ്. റൈറ്റ്, അപ്പോൾ സ്റ്റാർ ഫോർമേഷൻ കൂടുതൽ നടക്കുന്നത് ഈ ഗാലക്സികളുടെ സ്പൈറൽ ആംസിലാണ്. സ്പൈറൽ ഗാലക്സികളെ കുറിച്ച് കണ്ടു കഴിഞ്ഞു. This is because the gas and dust clouds temporarily pile up as a spiral arm orbit around the center of galaxy. അപ്പോൾ സ്പൈറൽ ആംസ് ഈ ഗാലക്സിക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്. So there are things going on. There are movement, there is acceleration. All right, so there is a chance that clouds can pile up temporarily. അപ്പോൾ ടെമ്പററിലി കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. So in such a spiral arm, the molecular clouds are compressed as it passes through the region. In the molecular cloud's densest regions, vigorous star formation occurs. Okay, കൂടുതൽ ഡെൻസ് ആയിട്ടുള്ള റീജിയനിൽ വിഗറസ് ആയിട്ടുള്ള സ്റ്റാർ ഫോർമേഷൻ സംഭവിക്കും. അടുത്തത് എക്സ്പാൻഡിങ് H2 റീജിയൻ.
H2 region എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ്സ് എ റീജിയൻ ഓഫ് ഇന്റർസ്റ്റെല്ലാർ അറ്റോമിക് ഹൈഡ്രജൻ ദാറ്റ് ഇസ് അയണൈസ്ഡ്. ഓക്കെ, അപ്പോൾ ഒരു ഇന്റർസ്റ്റെല്ലാർ മീഡിയത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് H2 റീജിയൻ എന്ന് പറയുന്നത്. അത് അയണൈസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റംസ് ആണ്. അയണൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ന്യൂക്ലിയസും ഇലക്ട്രോൺസും വേർപെട്ട അവസ്ഥ. ഓക്കെ, അയണൈസ്ഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അയണൈസ്ഡ് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ H2 റീജിയൻ എന്ന് പറയുന്നത്. Okay. So it's typically a molecular cloud of partially ionized gas. So H2 regions consist of partially ionized gas in which star formation has recently taken place. Okay, with a size ranging from 1 to hundreds of light years. Okay, H2 regions it can range from 1 to 100 light years. The density can range from the density can range from a few to about a million particles per cubic centimeter. Okay, few particles in cubic centimeter to a million particles per cubic centimeter. ഇങ്ങനെ ഡെൻസിറ്റിയിലും ഇതിന്റെ ഡെൻസിറ്റിയിലും സൈസിലും ഒക്കെ വലിയ വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഒരു ഉദാഹരണമാണ് ഇത് ഒറയോൺ നെബുല. ഒറയോൺ എന്ന പേരുള്ള ഒരു നെബുലയാണ്. ഇറ്റ്സ് നോൺ ടു ബി ആൻ H2 region, right? And it was observed way back as 1610 by Nicholas Cloud. Okay, സോ അതായിരുന്നു ആദ്യത്തെ ഒറയോൺ നെബുലയാണ് നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്ത H2 റീജിയൻസിൽ. അപ്പോൾ ഈ H2 റീജിയൻ എങ്ങനെ ഉണ്ടാകുന്നത് നോക്കാം. H2 റീജിയൻ ഉണ്ടാകുന്ന ഉദാഹരണത്തിന് മാസീവ് സ്റ്റാർസ്. ഓക്കെ, അത് അൾട്രാ വയലറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അപ്പോൾ അൾട്രാ വയലറ്റ് റേഡിയേഷന് അയണൈസിങ് കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ആണ് ഈ സ്റ്റാറിന് ചുറ്റുമുള്ള സറൗണ്ടിങ് ഗ്യാസിനെ അയണൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു H2 റീജിയൻ ഫോം ചെയ്തു എന്ന് പറയും. ഈ മോളിക്കുലർ, ഇപ്പോൾ സ്റ്റാറിന് ചുറ്റും ഒരു മോളിക്കുലർ ക്ലൗഡ് ഉണ്ട്. അപ്പോൾ ഈ മോളിക്കുലർ ക്ലൗഡിൽ അൾട്രാ വയലറ്റ് രശ്മികൾ പതിക്കുന്നതിലൂടെ H2 റീജിയൻ ഫോം ചെയ്യും. പിന്നെ അവിടുത്തെ കണ്ടീഷൻസ്, സ്റ്റെല്ലാ വിൻഡ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ, അപ്പോൾ ഇതൊക്കെ കാരണം H2 റീജിയൻ എക്സ്പാൻഡ് ചെയ്യും. ഇറ്റ് വിൽ ഫോം cavity to which the H2 region expands. അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ഇന്ററാക്ട് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ മോളിക്യൂൾ. ഓക്കെ, മോളിക്കുലർ ക്ലൗഡിലെ ബാക്കിയുള്ള മോളിക്യൂൾസ് ആയിട്ട് അതിന് ഇന്ററാക്ട് ചെയ്യാം. ഇറ്റ് കൊളൈഡ്സ്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സിലൂടെയാണ് ഹയർ ഡെൻസിറ്റി ഉള്ള റീജിയൻസും ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷനും ഒക്കെ സംഭവിക്കുന്നത്. അടുത്ത സൂപ്പർനോവ. ഇപ്പോൾ സൂപ്പർനോവ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സ്പ്ലോഷൻ ഓഫ് എ സ്റ്റാർ ഇൻ ഇറ്റ്സ് ഓൾഡ് ഏജ്. അതിന്റെ അവസാന കാലത്ത് എത്തുമ്പോൾ സ്റ്റാറിന് ഉണ്ടാകുന്ന എക്സ്പ്ലോഷനെയാണ് നമ്മൾ സൂപ്പർനോവ എന്ന് പറയുന്നത്. Okay, so in this explosion the outer layers of the stars are torn into pieces and thrown away. Right, അപ്പോൾ ഈ ഗ്രാവിറ്റേഷണലി കോൺട്രാക്ഷനെ തടയാൻ ഹീറ്റ് ഉണ്ടാവുന്നു പറഞ്ഞു, ഫ്യൂഷൻ ഉണ്ടാവുന്നു പറഞ്ഞു. അപ്പോൾ ഫ്യൂഷനുള്ള ഫ്യൂവൽ തീർന്നു കഴിയുന്ന സമയത്ത് ഓൾറൈറ്റ്, സോ ദർ ഇസ് എൻ എക്സ്പ്ലോഷൻ, ദർ ക്യാൻ ഹാപ്പൻ എൻ എക്സ്പ്ലോഷൻ. ഇതിനെയാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ആൻഡ് സം ഓഫ് ദ മെറ്റീരിയൽസ് ആർ ത്രോൺ അവേ. ഓൾറൈറ്റ്, അതിലുള്ള മെറ്റീരിയൽസ് അകലേക്ക് നീങ്ങിപ്പോകുന്നുണ്ട്. Okay, eject ആവുന്നുണ്ട്. The ejected outer layers move in space with an incredible speed because it's a violent process. The supernova explosion is a catastrophic, it's violent process. So അപ്പോൾ ഈ സൂപ്പർനോവ എക്സ്പ്ലോഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ വളരെ ഉയർന്ന സ്പീഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇതുപോലെ എക്സ്പ്ലോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഷോക്ക് വേവ്സ് ഉണ്ടാവും. ദിസ് ഷോക്ക് വേവ്സ് ഇമ്പാക്ട് ദ മെറ്റീരിയൽ ഇൻ ദ ഇന്റർസ്റ്റെല്ലാർ മീഡിയം, ട്രിഗറിംഗ് ഫർദർ സ്റ്റാർ ഫോർമേഷൻ. അപ്പോൾ ഈ സൂപ്പർനോവ റെമിനൻസിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റാർ ഫോർമേഷൻ സംഭവിക്കാം. ഓക്കെ, ഇപ്പോൾ സൂപ്പർനോവ റെമിനൻസിൽ നിന്ന് സ്റ്റാർ ഫോർമേഷൻ സംഭവിക്കുമ്പോൾ നമുക്കറിയാം വളരെ ഇനീഷ്യൽ ഓൾഡ് ടൈപ്പ് സ്റ്റാർസ് എന്ന് പറയുകയാണെങ്കിൽ ഹൈഡ്രജനും ഹീലിയം ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ സ്റ്റാറിൽ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹൈഡ്രജൻ ഒക്കെ ഹീലിയമായി മാറും. അങ്ങനെ ഹയർ എലിമെന്റ്സ്, നമ്മൾ ഈ മെറ്റൽസ് എന്ന് പറയുന്ന എലിമെന്റ്സ് ആക്ച്വലി മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത് സ്റ്റാറിന്റെ ഇന്റീരിയേഴ്സിലാണ്. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർനോവ കൊളീഷനിലൂടെ ഈ സ്റ്റാറിന്റെ ഉള്ളിൽ ഫോം ചെയ്ത മെറ്റൽസും കൂടെ ഇതുപോലെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സ്റ്റാർസ്, പോപ്പുലേഷൻ 1 സ്റ്റാർസ്, അതായത് പുതിയ സ്റ്റാർസിൽ ഈ മെറ്റൽസിന്റെ സാന്നിധ്യം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോപ്പുലേഷൻ 1 സ്റ്റാർസ് ഓർ യങ് ഏജ് സ്റ്റാർസ് ഹാവ് മെറ്റൽസ് ഇൻ ദം. They are characterized by the presence of metals. മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജനും ഹീലിയം അല്ലാത്ത എന്തിനേയും നമ്മൾ മെറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെറ്റൽസ് ഉണ്ടാവുന്നത്, ഈ മെറ്റൽസ് നമ്മൾ ഈ പറയുന്ന ഹയർ എലിമെന്റ്സ് എല്ലാം തന്നെ ഉണ്ടാവുന്നത്, മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത് സ്റ്റാർസിന്റെ ഇന്റീരിയേഴ്സിലാണ്. റൈറ്റ്, അപ്പോൾ ഈ സൂപ്പർനോവ എക്സ്പ്ലോഷൻ അല്ലെ സൂപ്പർനോവ കാരണം ട്രിഗർ ചെയ്യുന്ന സ്റ്റാർസിൽ, സൂപ്പർനോവ എക്സ്പ്ലോഷൻ കാരണം ട്രിഗർ ചെയ്യുന്ന സ്റ്റാർസിൽ മെറ്റൽസിന്റെ സാന്നിധ്യം ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്.